യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിലെ പാമ്പൻ ദ്വീപിൻ്റെ തെക്ക് കിഴക്കൻ അറ്റത്തുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ് ധനുഷ്കോടി. ഇവിടേക്ക് രാമേശ്വരത്തു നിന്ന് 18 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. എന്നാൽ ശ്രീലങ്കയിലെ തലൈമന്നാറിൽ നിന്ന് 29 കിലോമീറ്ററും അടുത്താണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. മത്സ്യബന്ധനം തൊഴിലാക്കിയ 2000-ഓളം മനുഷ്യരും ഒരു നൂലുപോലെ സമുദ്രത്തിലേക്ക് നീണ്ടുകിടക്കുന്ന ഒരു പട്ടണം. പ്രകൃതിയുടെ വികൃതിയായി പാഞ്ഞെത്തിയ അതിഭീകരമായ ചുഴലിക്കാറ്റും ഭ്രാന്തു പിടിച്ച വൻതിരമാലകളും കടലാഴങ്ങളിലേക്ക് കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചു കൊന്നു. ആയിരക്കണക്കിന് മനുഷ്യരുടെ ഗതി കിട്ടാത്ത പ്രേതങ്ങൾ വിജനമായ കടൽക്കരയിൽ ഇന്നും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പ്രേതഭൂമി. ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണ്. ഇത് ധനുഷ്കോടി എന്ന പ്രേതനഗരം. 1964 ഡിസംബർ 22 വരെ റെയിൽ ഗതാഗതമുണ്ടായിരുന്നു ഇവിടേക്ക്. 1913 ദക്ഷിണേന്ത്യൻ റെയിൽവേ ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. 1914 രാമേശ്വരത്തേക്ക് പാമ്പൻ പാലം പണിത് രാമേശ്വരം വഴി ധനുഷ്കോടിയിലേക്ക് ട്രെയിൻ സർവീസ് ആരംഭിച്ചു. 1964 ഡിസംബർ 22 രാത്രി 10 മണിക്ക് മദ്രാസ് എഗ്മൂറിൽ നിന്ന് മധുര രാമേശ്വരം വഴിയുള്ള ബോട്ട് മെയിൽ എന്ന ട്രെയിൻ അവസാന സ്റ്റേഷനായ ധനുഷ്കോടിയിലേക്ക് എത്തുകയാണ്. കനത്ത മഴ, കൊടുങ്കാറ്റ്. അവസാനത്തെ സിഗ്നൽ കാത്ത് ട്രെയിൻ കുറേ നേരം നിർത്തിയിട്ടു. അരമണിക്കൂർ കാത്തിട്ടും സിഗ്നൽ കിട്ടിയില്ല. വാർത്താവിനിമയ ബന്ധങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നില്ല. എന്തും വരട്ടെ എന്ന ധൈര്യത്തിൽ എൻജിൻ ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു. എതിരെ വേറെ ട്രെയിനൊന്നും വരാനില്ലല്ലോ. അതൊരവിവേകമായിരുന്നു. ട്രെയിൻ എത്തുമ്പോഴേക്കും കൂറ്റൻ തിരമാലകളും കൊടുങ്കാറ്റും ധനുഷ്കോടിയെ നിത്യനാശത്തിലേക്ക് കടൽ തിരകൾ വലിച്ചെറിയുകയായിരുന്നു. റെയിൽപാത പോലും പൊക്കിയെടുത്ത ഭീകരമായ തിരമാലകൾ ട്രെയിനിനെയും 100ഓളം യാത്രക്കാരെയും ജീവനക്കാരെയും കടലിൻ്റെ അഗാധതയിലേക്ക് കൊണ്ടുപോയി. അധികമാരും അറിഞ്ഞിരുന്നില്ല ആ ദുരന്തം. 1964 ഡിസംബർ 22 രാത്രി 10 മണിയോടുകൂടി ധനുഷ്കോടി ചരിത്രമായി. അന്നത്തെ കൊടുങ്കാറ്റിലും സുനാമിയിലും 2000-ലധികം ആളുകൾ മരിച്ചുവെന്നാണ് വിവരം. ഇന്നത്തെ ഏത് തമിഴ് പട്ടണങ്ങളെയും വെല്ലുന്ന പട്ടണമായിരുന്നു ധനുഷ്കോടി. ആ സുനാമി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് തല ഉയർത്താൻ ധനുഷ്കോടി എന്ന ആധുനിക നഗരം നിലനിന്നേനെ. ധനുഷ്കോടി ഇന്നും ഏതൊരു ടൂറിസ്റ്റിൻ്റെയും വിങ്ങലാണ്. താങ്ക് യു.